നമ്മുടെ സത്യനന്ദിക്കാട് സിനിമയില് മിക്കപ്പോഴും കാണുന്ന ഒരു താരമാണ്. ഇദ്ദേഹത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ശ്രീഹരി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കണ്ടാ പറയോ ശ്രീഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേട്ടാലോ? ചടച്ച് ശബ്ദം ഒന്ന് കേട്ടാലോ? റെഡി അല്ലേ? സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് വീണ്ടും ചെയ്ത വീട്ടുകാരി എന്ന സിനിമയിലുള്ള ഡയലോഗ നമ്മുടെ വക്കീല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോയുടെ വക്കീല. എന്ത് ചെയ്യാൻ എന്റെ കൊച്ചു തോമ ബാങ്കിൽ നിന്ന് കാശ് വലിച്ച് വീട് പണി തുടങ്ങിയപ്പോഴും മാറിന് ലൈസൻസ് കൊടുത്തപ്പോൾ ഞാൻ കാലി പിടിച്ച് പറഞ്ഞതാ, ഇത് ചെയ്യരുത്, വെട്ടിലാവണം. അപ്പൊ എല്ലാം വെട്ടിപ്പിടിക്കണം. എല്ലാം വെട്ടിപ്പിടിച്ചില്ലേ? എല്ലാവർക്കും എന്നെ മനസ്സിലായെന്ന് വിചാരിക്കണം. അതാ നല്ലൊരു ഐഡിയ വന്നോടെ. ഞാൻ റോയുടെ വക്കീല. ഇങ്ങനെയല്ലേ സൗണ്ട്? അതെ. രണ്ടാമതിക്കുന്ന ആളാണ് വിജയൻ പെരിങ്ങോട്. എല്ലാ സിനിമയിലും ചായക്കടക്കാരൻ, നമ്പൂതിരി, ഇതൊക്കെ ആയിട്ട് ആളെ കാണാൻ സാധിക്കും. നമ്മുടെ നരൻ എന്ന സിനിമയിലും നമ്മുടെ ആരച്ച് എന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ്. എന്റെ അർജുന കേമന കഥക്ക് വാക്കിലാണ് എന്നെങ്കിൽ തന്നെ ബലരാമനേക്കാൾ വരുന്നിട്ട് എന്താ ചൂതാട്ടാവും. എന്റെ വലുതാണ് വേനാഥനെ കൊണ്ടുള്ള താങ്കാൻ വയ്യ. കടക്കൊരു ബോർഡ് വെക്കാൻ സംബന്ധിച്ച അതിന്റെ പേരുള്ള കുഞ്ഞാപ്പുകട്ട് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. നിങ്ങൾ കേട്ടില്ലേ? ഈ കയ്യടി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം കേൾക്കുന്നുണ്ടെന്നുള്ളത്. കാരണം ഞാൻ വേറെ വേദിയിലൊന്നും അവതരിപ്പിച്ചു. ഇത്രയും പുതിയ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഇവരെയൊക്കെ ഓർക്കണം. ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ ശ്രീഹരിച്ചേട്ടന്റെ ശബ്ദമൊക്കെ അനുകരിക്കുന്നത്. അടുത്തത് ആള് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ മകന്റെ ശബ്ദവും ഇദ്ദേഹത്തിന്റെ ശബ്ദവും ഒരുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ പേര് ടി.ജി. രവിയാണ്. തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർക്കാർ ഇവിടെ എത്ര പേരുണ്ട്? അപ്പൊ തൃശ്ശൂരുള്ള നമ്മുടെ സ്വന്തം ടി.ജി. രവിയുടെ ശബ്ദം ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് അനുകരിക്കുന്നത്. തൊണ്ടയൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് പ്രഷർ കൊടുത്തിട്ട് വേണം ഈ ശബ്ദം ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കാറ് വാങ്ങിക്കാനുള്ള ആള് ഇങ്ങനെ വന്നിട്ട് നമ്മളൊക്കെ ഈ സമയം പറയാ. നമ്മൾ കറക്റ്റ് സമയത്തുമ്പോ അവര് പറയും ഓന്റെ അവരുടെ കട്ടിൽ നിന്ന് ഇന്നിട്ടും കൂടെ ഉണ്ടാവില്ല. ഇന്നിട്ടും വെച്ച് കാറ്റും ഓന്റെ റോസമ്മ പൊന്നു രാജ്യസഭയിലെത്തും. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.